അതെ, ഇതിലും പോലീസാ, DNA-ലും പോലീസ്. കിട്ടണം, അത് മേടിച്ചിട്ട് ഞാൻ പോകുള്ളൂ. അല്ല, ഇത് ഞാൻ വളരെ സീനിയറായിട്ടുള്ള നമ്മുടെ ഒരു ഒരു താരത്തോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് പോലീസ് വേഷങ്ങൾ തന്നെയാണ്, അപ്പോൾ അതിലങ്ങ് ഉറച്ചു പോകുമെന്നൊരു പേടിയുണ്ടെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ അത് കൊള്ളാവുന്നതുകൊണ്ടല്ലേടാ വിളിക്കുന്നത്, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലേ വിളിക്കുന്നത്. പിന്നെ അതിന് പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല, അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഈ സ്ഥിരം പോലീസ് വേഷം ചെയ്യുന്നു പറയുന്നവർക്ക് അത് പറയാനല്ലേ പറ്റുള്ളൂ, വേഷം തരാൻ പറ്റില്ലല്ലോ. അപ്പൊ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഷാജോൺ എന്ത് പറയാനാ, ഷാജോൺ സന്തോഷം, അവൻ ഊരിയിട്ട് ഉപ്പായിപ്പോ എന്താ ചെത്തായി. അങ്ങനെയല്ല, ഇതിനകത്ത് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ജിസ്മോനായിട്ട് ഞങ്ങള് എത്രയോ കൊല്ലത്തെ പരിചയമാണ് കേട്ടോ, എത്രയോ കൊല്ലത്തെ പരിചയമാണ്. അത് പറയണം. അതായത് ഞാനും ജയസൂര്യയും കൂടെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നടക്കുന്ന സമയം, ഞാൻ പറയാം 1998-99 ആ സമയത്ത് ഞാനും ജയസൂര്യയും മിമിക്രി ചെയ്യും. 2-man ഷോയാണ്. ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനും ജയസൂര്യ മാത്രമുള്ള ഷോയാണ്, വേറെ ആരുമില്ല, വേറെ ബേർഡൻസ് ഒന്നുമില്ല, ഒരു മൈക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി. അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്നിടയിൽ ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിനെ ആദ്യം പിരിച്ചത് ഈ മനുഷ്യനാണ്. അത് അവന് നസറിക്കയുടെ ട്രൂപ്പില് ഡിസ്കവറി അല്ലേ, കൊച്ചിൻ ഡിസ്കവറി എന്ന് പറയുന്ന അന്ന് എല്ലാ മിമിക്രി കലാകാരന്മാരും ഈ ട്രൂപ്പിൽ ഒരു അംഗമാവാൻ വേണ്ടി കൊതിച്ചിരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ജയസൂര്യക്ക് നസീർക്ക അതിലൊരു ആ ട്രൂപ്പിലൊരു അംഗമാക്കി. അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ആദ്യം പൊളിയുന്നത്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് മുതൽ ഈ പറഞ്ഞ ഇക്കടെ ഞാൻ വന്ന് ഇക്ക ഓർക്കാത്തോണ്ടാണ് ജയസൂര്യയുടെ കൂടെ. അപ്പൊ അന്ന് മുതലുള്ള ഒരു നസീർക്കയോട് ഇപ്പോഴും എനിക്ക് ആ ഒരു എത്ര സുഹൃത്തായെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കൈയിടാനുള്ള ഒരു ധൈര്യമില്ല. കാരണം പിന്നെ കൈയെടുക്കരുത്. താങ്ക് യു. എന്തായാലും വന്നതിലും രഘു എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അനശ്വരമാക്കിയത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്കത് പറയണം. താങ്ക് യു.